നമസ്കാരം. കേരളത്തിൽ നിന്ന് ഒരു കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞാലേ ഒന്നുകിൽ അതൊരു ബംഗാളിയുടെ തലയിൽ വീഴും, അല്ലെങ്കിൽ അത് പോയി വീഴുക ഒരു എഞ്ചിനീയറുടെ തലയിലായിരിക്കും എന്നുള്ള പുതുമൊഴിയോടെയാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഈ പുതുമൊഴിയിൽ പറയുന്നത് പോലെ നമ്മുടെ ഇന്നത്തെ എഞ്ചിനീയേഴ്സിന്റെ ക്വാളിറ്റി ഈ പറയുന്ന ബംഗാളികളെക്കാട്ടിലും താഴെയാണോ, അല്ലെങ്കിൽ അത്തരത്തിൽ അവരുടെ ക്വാളിറ്റി താഴേക്ക് പോകാനുണ്ടായ കാരണം എന്താണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം, തമ്പനിയിൽ കാണുന്നത് പോലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശനെ ഈ വിഷയത്തിൽ എന്താണ് കാര്യം? ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത്. സോ ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ പാർട്ടിൽ പറഞ്ഞിരുന്ന പോലെ ഈ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, നമ്മൾ ഇന്ന് കാണുന്ന ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് എവിടെ നിന്നാണ് എന്നുള്ളത് മനസ്സിലായിക്കൊണ്ട് മാത്രമേ അതിൻ്റെ ഇന്നത്തെ പൊസിഷൻ എന്താണ് എന്നുള്ളതിനെ പറ്റി ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഇന്ന് ഈ കാണുന്ന ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്തു വന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെയും രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെയും ശേഷമാണ് ഇന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. കാരണം ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെയും രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെയും പരിണിത ഫലമായിട്ട് ഈ യുദ്ധ സാഹചര്യങ്ങളിലെ രാജ്യങ്ങൾ ടെക്നോളജിക്കലി ഒരുപാട് മുന്നേറുവാനും കൂടുതൽ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള യുദ്ധോപകരണങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ നിർബന്ധിതമായി. അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റുകൾ ടെക്നോളജിക്കൽ റിസർച്ചിനെ കൂടുതൽ പ്രാധാന്യം നൽകുകയുണ്ടായി. അതിൻ്റെ അനന്തര ഫലമായിട്ടാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായത്. ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ലേബർ സപ്ലൈ ആവശ്യമായി വന്നു. അതായത് നമ്മൾ ഈ കാണുന്ന ഇത്രയും വലിയ വലിയ ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ലേബർ അനിവാര്യ ഘടകമായി മാറി. ഓരോ കമ്പനികൾക്കും അവരുടെ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നതിന് അവരുടെ കമ്പനിയിലുള്ള മെഷീനറീസിനെ പറ്റിയിട്ടുള്ള നോളജുള്ള ആൾക്കാരെ ആവശ്യമായി വന്നപ്പോൾ അവരുടെ കമ്പനിയുടെ മെഷീനറീസെ കുട്ടികളുടെ പാഠ്യ പദ്ധതിയുടെ ഭാഗമാക്കി ആ പാഠ്യ പദ്ധതി പഠിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉൽപാദന യൂണിറ്റുകളായിട്ടാണ് ആദ്യത്തെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഡെവലപ്പായി വന്നത്. ഈ ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഇത് നേരിടുന്ന ഏറ്റവും വലിയൊരു ക്രിറ്റിസിസവും അതുതന്നെയാണ്. അതായത് ഡിഫറെൻ്റ് എബിലിറ്റീസ് ഉള്ള, അല്ലെങ്കിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള, വ്യത്യസ്തമായ ചിന്താഗതികളുള്ള, വ്യത്യസ്തമായ കഴിവുകളുള്ള കുട്ടികളെ ഈ ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ കടത്തിവിട്ട് അതിലൂടെ അവർ പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഇവരുടെ ഈ വ്യത്യസ്തമായ ചിന്തകളും ഈ കഴിവുകളും എല്ലാം കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് അതിനെ കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് ആ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ട രീതിയിലുള്ളൊരു പ്രൊഡക്റ്റായിട്ട് മാറ്റുക എന്നൊരു പ്രോസസ്സാണ് ഈ ഒരു സിസ്റ്റം ചെയ്തത്. ഇന്നും ആ ഒരു കാര്യത്തിൽ ഈ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ നമ്മൾ എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. എന്നിരുന്നാലും ഇന്ന് 2026 നമ്മൾ ഈ ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ഇൻഡസ്ട്രീസ് എവിടെ നിൽക്കുന്നു, എഡ്യൂക്കേഷൻ സിസ്റ്റം എവിടെ നിൽക്കുന്നു. ഞാൻ പറയുന്നത് കേരളത്തിലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ. കാരണം ഇന്നത്തെ ഇൻഡസ്ട്രീസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്ര സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് അവർ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അത്രയും സങ്കീർണമായിട്ടുള്ള മെഷീനറീസിനെ ഹാൻഡിൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള കുട്ടികളാണോ ഇന്നത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന എഞ്ചിനീയർ എന്നുള്ള കാര്യത്തിൽ ഗാഢമായ ആശങ്കയുണ്ട്. എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ആയിട്ടുള്ള മെഷീനറീസാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് പുറത്തിറങ്ങുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിൽ ഈ റബ്ബർ ഷീറ്റ് അടിക്കുന്ന ഒരു റോളർ മെഷീൻ കണ്ടല്ലേ, അങ്ങനത്തെ റോളർ മെഷീൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു കാളവണ്ടി ഉണ്ടാക്കാനോ ഒക്കെ ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ പഠിക്കുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ സിലബസ് കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നുള്ളൂ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും 1950 നിൽക്കുകയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം. നമ്മൾ ചെയ്യേണ്ട കാര്യം
ഇന്നത്തെ ഇൻഡസ്ട്രി എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കണം. അത് ഇൻഡസ്ട്രി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇന്ന് കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു 80% അധ്യാപകരും ഇന്നത്തെ മോഡേൺ ടെക്നോളജിക്കലി അല്ലെങ്കിൽ ഇന്നത്തെ മോഡേൺ ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്ന സെൻസേഴ്സിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അത് അത്രയും എക്യുപ്മെന്റ്സിനെ പറ്റി ചോദിച്ചാലേ മേലോട്ട് നോക്കി വായം പൊളിച്ച് നിൽക്കുക എന്നുള്ളതല്ലാതെ അതിനകത്ത് അവർക്ക് അതിനെപ്പറ്റി ഒരു കമന്റ് പോലും പറയാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടാവില്ല. അത്രയ്ക്ക് സങ്കീർണമായ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന സെൻസേഴ്സും എക്യുപ്മെന്റ്സുമാണ് നമ്മൾ ഈ മേഖലയിൽ ഉപയോഗിക്കുന്നത്. വലിയ വലിയ കമ്പനികളെ സമീപിച്ച് അവർ ഇപ്പോൾ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കണം. എന്നിട്ട് ആ ടെക്നോളജി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. അതിന് ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോഴുള്ള നമ്മുടെ അധ്യാപകർക്ക് അത്രയും വലിയ ടെക്നോളജി ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് കാരണം അവരുടെ കുഴപ്പമല്ല. അവർ പഠിച്ച കാര്യം നമ്മുടെ പഴയ സിലബസിലുള്ള കാര്യമാണ് അവർ പഠിച്ചേക്കുന്നത്. ഇവർക്കൊന്നും ഇന്നത്തെ മോസ്റ്റ് മോഡേൺ ടെക്നോളജീസിനെ പറ്റിയിട്ട് യാതൊരുവിധ ബോധ്യവുമില്ല. നമ്മുടെ ഈ പറഞ്ഞ ടെസ്ല ഉപയോഗിക്കുന്ന ടെക്നോളജി എന്താണെന്നോ, അല്ലെങ്കിൽ ഇന്നത്തെ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്താണെന്നോ, അല്ലെങ്കിൽ നിസ്സാരം ഇന്നത്തെ കമ്പ്യൂട്ടറുകൾ അതിലുപയോഗിക്കുന്ന ടെക്നോളജി എന്താണെന്നോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കൺവെൻഷണൽ മെത്തഡോളജിയിലുള്ള കുറെ കാര്യങ്ങൾ പറയും എന്നുള്ളത്. സ്നാപ്ഡ്രാഗണിന്റെ ഒരു ചിപ്പ് എടുത്തിട്ട് ഇത് ബിൽറ്റ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിമുലേറ്റർ ബിൽറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതിനൊന്നും സാധിക്കുന്ന രീതിയിലുള്ള അത്രയും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോളജ് ഉള്ള ഒരു പ്രൊഫസർമാരും ഒരു എഞ്ചിനീയറിംഗ് കോളേജിലും ഉണ്ട്. ഞാൻ പറയുന്നത് പറയുന്ന കാര്യങ്ങളൊന്നും 100% അങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഉണ്ടാവാം, നമുക്ക് എല്ലാവരും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഏതാണ്ട് 80% ആൾക്കാരും അത്തരത്തിൽ പെടുന്നവരാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പം ഇതിനൊരു സൊല്യൂഷൻ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ആദ്യം നമ്മുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷനെ 2 ഭാഗമായിട്ട് തിരിക്കേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാണ്. ഒരു ഭാഗം ഈ ടെക്നിക്കൽ എഡ്യൂക്കേഷനിലൂടെ പഠിച്ച് ഇൻഡസ്ട്രീസിൽ പോയി അവിടെ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് വർക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു മേഖലയും, ഈ ടെക്നിക്കൽ എഡ്യൂക്കേഷനിലൂടെ റിസർച്ച് നടത്തുന്ന മറ്റൊരു മേഖലയും. ഇത് +2 ലെവലിൽ തന്നെ കുട്ടികളെ ഡിവൈഡ് ചെയ്യണം. ഈ ഡിവൈഡ് ചെയ്യുന്നതിനായി +2 ശേഷമുള്ള ആദ്യത്തെ 1 വർഷം കൊണ്ട് ഈ ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യണം. അവരെ ഡിവൈഡ് ചെയ്ത് റിസർച്ചിന് താല്പര്യമുള്ള കുട്ടികൾ, പുതിയ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളെ ആ രീതിയിൽ ഉള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് അവരെ ഡൈവേർട്ട് ചെയ്യുകയും അതേ സമയത്ത് തന്നെ ടെക്നിക്കലി ഫിറ്റ് ആയിക്കൊണ്ട് ഈ ഇൻഡസ്ട്രീസിലേക്ക് എൻ്റർ ചെയ്ത് അവിടെ ജോലി ചെയ്ത് അവർക്ക് അങ്ങനെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുള്ള കുട്ടികളെ ആ രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. അതിനുശേഷം നമ്മുടെ BPCL, അതുപോലെ നമ്മുടെ കേരളത്തിലുള്ള റിലയൻസ്, BPCL, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, അതുപോലെ FACT ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് റണ്ണിങ് പ്ലാന്റുകളിലെ പ്രൊസീജിയറെ, അതിൻ്റെ സേഫ്റ്റി, അതിൻ്റെ ഓരോ മണിക്കൂറിലും ഡേറ്റ എടുക്കുന്ന രീതികളെ, ഓരോ മെഷീനറീസിൻ്റെയും മെയിൻ്റനൻസ് ചെയ്യുന്ന രീതികളെ, ഇതൊക്കെ അവിടുത്തെ ഈ കുട്ടികളെ ഇതിൻ്റെ ബോട്ടം ടു ടോപ്പ് ഉള്ള ഓരോ പൊസിഷനുകളിലും അവരുടെ ഓരോ പൊസിഷനിലിരിക്കുന്ന ഓരോ ആൾക്കാരുടെയും ഷാഡോ ആയിട്ട് ഒരു 2 വീക്കോ 3 വീക്കോ അവരുടെ ഷാഡോ ആയിട്ട് ഏകദേശം അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കി ഇവരെ ഇങ്ങനെ ഈ ഒരു മേഖലക്കുള്ളിൽ കൂടെ ഒരു റൊട്ടേഷൻ കൊടുത്ത് ഇവരെ പുറത്തിറക്കണം. അങ്ങനെ ഒരു റൊട്ടേഷൻ കൊടുത്ത് ഇവർ ഈ ഇൻഡസ്ട്രീസിനകത്തൂടെ ഒരു റൗണ്ടിൽ കയറി ഇറങ്ങുമ്പോഴത്തേക്കിനും ഇവർക്ക് മനസ്സിലാവും എൻ്റെ അഭിരുചി എന്താണ്, അതിനനുസരിച്ചുള്ള എനിക്ക് ഈ മേഖലയിലെ ഏത് ഭാഗത്താണ് എനിക്ക് നല്ലൊരു ഫ്യൂച്ചർ, അല്ലെങ്കിൽ എനിക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ കണ്ടെത്താൻ കഴിയുന്നത്, എൻ്റെ ടേസ്റ്റ് എന്താണ്, അതിനനുസരിച്ചായിട്ട് ഞാൻ ഏത് മേഖലയിൽ പഠിച്ചാലേ അത് പറ്റും എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ 1 വർഷം നമ്മൾ ടെക്നിക്കലായിട്ടുള്ള ആൾക്കാരെ ഡിവൈഡ് ചെയ്യുകയും റിസർച്ച് ആ മേഖലയിലേക്ക് പോകാൻ താല്പര്യമുള്ളവരെ അത് MTech അങ്ങനെ പോകുന്ന ആ മേഖലയിലേക്ക് പോകാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ഡിവൈഡ് ചെയ്ത ശേഷം ഈ ഒരു ടെക്നിക്കൽ മേഖലയിലോട്ട് പോകുന്ന കുട്ടികളെ അപ്പം അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ഡിവൈഡ് ചെയ്ത് അവരെ നമ്മൾ അടുത്ത ഒരു 1-2 വർഷം ഇതിനകത്തൂടെ ഒന്ന് കയറ്റി ഇറക്കി ലാസ്റ്റ് ഫൈനൽ ഇയറിൽ അവർക്ക് ആ ഒരു മേഖലയിലുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക ടെക്നോളജി അല്ലെങ്കിൽ ഒരു പ്രത്യേക മേഖലയിൽ അവർക്ക് സ്പെഷ്യലൈസ് ചെയ്യാനുള്ള
ഒരു 3-4 വർഷം കൊണ്ട്, 4 വർഷമൊക്കെ വളരെ കൂടുതലാണ്, മാക്സിമം കട്ട് ഷോട്ട് ചെയ്ത്, പക്ഷെ 4 വർഷം കൊണ്ട്, 4 വർഷം തന്നെ ആയിക്കോട്ടെ, അപ്പോൾ അവർക്കൊരു പക്വതയൊക്കെ വരും. അപ്പം 4 വർഷം കൊണ്ട് അവർ ഒരു പ്രത്യേക മേഖല പഠിപ്പിച്ച് പുറത്തിറങ്ങുമ്പോൾ അവർ ആ മേഖലയിൽ അതീവ പ്രാവീണ്യമുള്ള ആൾക്കാരാവും. അപ്പം അവർക്ക് ഒരു അങ്ങനത്തെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനും അതിലേക്ക് എൻ്റർ ആവാനും ഈസി ആയിരിക്കും. അപ്പോൾ അവർക്ക് തന്നെ താല്പര്യമുള്ള ഒരു കാര്യമായതുകൊണ്ട് അവർ അവിടെ നിന്ന് ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ അവിടെ നിന്നും റിജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമുക്ക് ഇന്നത്തെ ഇൻഡസ്ട്രീസ് എന്താണ് ആവശ്യം എന്ന് പഠിച്ച് അതിനനുസരിച്ച് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. ഇത് ഞാൻ പറയുന്നത് ഈ സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു കാര്യം മാത്രം പഠിപ്പിക്കാനല്ല പറയുന്നത്. മറ്റ് പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു ജനറൽ എഞ്ചിനീയറിംഗ് ടെക്നോളജി പഠിപ്പിക്കുകയും അതോടൊപ്പം ആ ഒരു കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സ്പെസിഫിക് കാര്യം കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിക്കാനും ഉള്ളൊരു സാഹചര്യം ഉണ്ടാകണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 1945 കാലഘട്ടങ്ങളിലെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഇൻഡസ്ട്രീസ് ഏത് രീതിയിലുള്ള ഗുണഗണങ്ങളെ ഉള്ള ടെക്നീഷ്യൻസിനെയാണോ നമുക്ക് ആവശ്യമുള്ളത് ആ രീതിയിലുള്ള ടെക്നീഷ്യൻസിനെ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് പോലെ ഇന്നും നമ്മൾ ആ രീതിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഈ എഡ്യൂക്കേഷൻ കൊണ്ട് കുട്ടികൾക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത് വേറൊരു ആംഗിളിലും ജോലി കിട്ടുന്നത് മറ്റൊരു ആംഗിളിലുമുള്ള, അതായത് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള രണ്ട് കാര്യങ്ങളായിട്ട് നിലനിൽക്കും. അതാണ് അതിൻ്റെ ഒരു ഫെയിലിയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീ വി.ഡി. സതീശന് ഈ വിഷയത്തിൽ എന്താണ് കാര്യം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ജെയിൻ യൂണിവേഴ്സിറ്റിക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ ശ്രീ വി.ഡി. സതീശൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റിയിട്ട് ഒരു അഭിപ്രായം പറയുകയുണ്ടായി. ആ അഭിപ്രായം എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. ജോബിൻ്റെ നേച്ചർ മാറിക്കൊണ്ടിരിക്കുകയാണ് സ്പീഡായിട്ട്. തൊഴിലിൻ്റെ സ്വഭാവം, പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോഴാണ് ഒരു മേജർ ചേഞ്ച് ഉണ്ടായത്. അതിനുശേഷം ലോകത്തിപ്പോൾ വളരെ വേഗത്തിൽ തൊഴിലിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുക. ഇന്ന് കാണുന്ന തൊഴിൽ കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പോൾ ക്ലോസ്ഡ് ആവുകയാണ്. എവിടെയെങ്കിലും ഒരു തൊഴിൽ ഇല്ലാതായാൽ വേറൊരു സ്ഥലത്ത് അത് ഓപ്പൺ ആവുന്നുണ്ട്, ഇല്ലേ? വേറൊരു സ്ഥലത്ത് ഓപ്പൺ ആവുന്നുണ്ട്. അപ്പം നമുക്കൊരു മെക്കാനിസം വേണം. ഫസ്റ്റ്, ഗ്ലോബൽ ജോബ് മാർക്കറ്റ് നമ്മൾ വാച്ച് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം. അവിടെ ഉണ്ടാകുന്ന ചേഞ്ചസ് നമ്മൾ റെക്കോർഡ് ചെയ്യണം, മാറ്റങ്ങൾ മനസ്സിലാക്കണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഴ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം ഞാൻ പഠിക്കുമ്പോൾ 90% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രം ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടുന്ന കോഴ്സുകളിൽ പഠിക്കാൻ കുട്ടികളില്ല. അന്ന് 90% മാർക്ക് ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. ഇപ്പം ആ കോഴ്സിൽ പഠിക്കാൻ കുട്ടികളില്ല. എന്തുകൊണ്ടാണ്? ആ കോഴ്സസ് എല്ലാം ഔട്ട്ഡേറ്റഡ് ആണ്. അപ്പോൾ ഇപ്പോൾ IIT വരെ പതിയെ പുറയിലേക്ക് പോയി. നമ്മുടെ IIT-കൾ വരെ ഇടക്കാലത്ത് IIT-കൾക്ക് അത് തിരിച്ച് മനസ്സിലാക്കി അവർ വീണ്ടും ഞാൻ പറഞ്ഞ ഈ പോയിന്റിലേക്ക് വരുവാണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഴ്സസ് വേണം. പിന്നെ സ്കില്ലുള്ള ആളുകൾ വർക്ക് ചെയ്യാണ്, അത് മാറുകയാണ് പെട്ടെന്ന്. അവരെ നമ്മൾക്ക് റീസ്കിൽ ചെയ്യണം. നമ്മൾ പറയില്ലേ, ഓറിയൻറ്റേഷൻ കൊടുക്കണം, റീഓറിയൻറ്റേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞ് ഈ ഗ്ലോബൽ ജോബ് മാർക്കറ്റ് ഒബ്സർവ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ കോഴ്സസിൽ വരും. എൻ്റയർ കരിക്കുലം റീസ്ട്രക്ചർ ചെയ്യണം, എൻ്റയർ കരിക്കുലം. എന്നിട്ടാണ് നമ്മൾ ഇതിനെ നേരിടേണ്ടത്. ആ മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം ആദ്യം. അതനുസരിച്ചിട്ടുള്ള ഈ കോഴ്സുകൾ റെഡിയായി കഴിഞ്ഞാലും അതിൻ്റെ ഇനി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ജോലിയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു ലിങ്ക് ഉണ്ടല്ലോ, അതിന് സാധാരണ എന്തോ ഒരു പേര് പറയും, നിങ്ങൾ പ്രൊഫഷണലായിട്ട് പറയും, ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയും. ബ്രിഡ്ജ് കോഴ്സ്, കറക്റ്റ്, എനിക്ക് ആ വാക്ക് വന്നില്ല. ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയും. അത് വേണമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. പിന്നെ ഉള്ളത് ഈ കോർപ്പറേറ്റ് കമ്പനികളുമായിട്ട് എഡ്യൂക്കേഷനെ ലിങ്ക് ചെയ്യണം. മേജർ സെക്ടറുകളിൽ ഉള്ള ഓരോ സെക്ടറിലും വലിയ തോതിൽ വലിയ വിജയം കൈവരിച്ചിട്ടുള്ള കമ്പനീസുമായിട്ട് എഡ്യൂക്കേഷനെ ലിങ്ക് ചെയ്യണം. നമ്മൾ ഇല്ലെങ്കിൽ നമ്മളൊരു 25 years പുറയിലായി പോകും. ഞാൻ ഈ പറഞ്ഞ ഇതേ കാര്യം ഞാൻ വളരെ വർഷങ്ങളായിട്ട് ഈ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം. അതായത് നമ്മൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണല്ലോ ഈ മേഖലകളിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇവർ ഈ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഇതിലേക്ക് ഫിറ്റ് ആവാത്ത രീതിയിലുള്ള ഒരു കുട്ടികളാണല്ലോ പഠിച്ചിറങ്ങുന്നത് എന്നുള്ള ഇതേ കാര്യം തന്നെ വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം ആ അഭിമുഖത്തിൽ പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ആ ഒരു വീക്ഷണത്തിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനല്ല, ഞാൻ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഒരു വോട്ട് പോലും ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹം ആ പറഞ്ഞത് അദ്ദേഹത്തിന് എവിടുന്നാണ് ആ അറിവ് കിട്ടിയെന്നറിയില്ല. പക്ഷെ ആ അറിവ് 100% സത്യമായ കാര്യമാണ്. കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ വരുത്തേണ്ട ഏറ്റവും അടിയന്തരമായി വരുത്തേണ്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ വരുത്തേണ്ട മാറ്റമാണ്. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ നേഴ്സിംഗ് കുട്ടികളെ, നമ്മുടെ പെൺകുട്ടികൾ, അവർ ലോകത്തിൻ്റെ നമ്മുടെ ഇവിടെ UK വരെ ഗവൺമെൻറ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടികളെ നേഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടികളെ ഇവിടുത്തെ ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള നഴ്സുമാരാണ് ഇവിടുത്തെ ഹെൽത്ത് കെയർ സെക്ടറിൻ്റെ നട്ടലെന്ന്. എന്നാൽ ഇവിടുത്തെ കേരളത്തിൽ നിന്നുള്ള എഞ്ചിനീയേഴ്സാണ് ഇവിടുത്തെ ഇൻഡസ്ട്രീസിൻ്റെ നട്ടലെന്ന് ഒരു ഗവൺമെൻറ്റും പറഞ്ഞിട്ടില്ല. എന്നാൽ നമ്മൾ നഴ്സുമാരുടെ അതേ എണ്ണം തന്നെ നമ്മൾ എഞ്ചിനീയർമാരെയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രശ്നം നമ്മുടെ നഴ്സുമാരെ അവർ ഈ ഹോസ്പിറ്റലുകളിൽ തന്നെ അവർ പ്രാക്ടീസ് ചെയ്ത് ഏകദേശം ഒരു 20% എങ്കിലും ഈ ഒരു നഴ്സിംഗ് മേഖലയിലുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കി അവർ ഇതിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷനും ഈ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളും ഡോക്ടർമാരുമായിട്ടുള്ള ഇൻട്രാക്ഷനും അതുപോലെ ഒരു ഹോസ്പിറ്റലിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ധാരണയ്ക്ക് അവർ വർക്ക് ചെയ്യേണ്ട ആ മേഖലയിൽ തന്നെയാണ് അവർ പഠിക്കുന്നതും. അതുകൊണ്ടാണ് അവർക്ക് ആ മേഖലയിലെ ഇത്ര നൈപുണ്യമുള്ള പലപ്പോഴും നമുക്ക് അഭിമാനം തോന്നും നമ്മുടെ നഴ്സുമാരെ ഓർത്തിട്ട്. അതുപോലെ നമ്മുടെ എഞ്ചിനീയേഴ്സിനെ പറ്റിയിട്ടും നമുക്ക് നമ്മുടെ ലോകരാജ്യങ്ങൾ ഇതുപോലെ പറയണം. ഓരോ രാജ്യത്തിൻ്റെയും നട്ടല് കേരളത്തിൽ നിന്നുള്ള എഞ്ചിനീയേഴ്സാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവണം. അങ്ങനെ ഒരു സാഹചര്യം നമുക്കുണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇന്ന് ലോകരാജ്യങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കി അതിന് ഫിറ്റ് ആവുന്ന രീതിയിലുള്ള എഞ്ചിനീയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഇന്ന് ഉപയോഗിക്കുന്ന ടെക്നോളജി അതെന്താണെന്ന് പഠിക്കണം. അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ തന്നെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിന് വലിയ വലിയ കമ്പനികളുമായിട്ട് സംസാരിക്കണം, അവരുമായിട്ട് ടേംസ് ഉണ്ടാക്കണം. നമ്മുടെ കുട്ടികളെ ആ ഇൻഡസ്ട്രീസിൻ്റെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ നേഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾ എങ്ങനെയാണോ ഒരു ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ നിന്ന് അവർ ഈ നേഴ്സിങ്ങിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നത്, അതേപോലെ തന്നെ നമ്മുടെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾ എഞ്ചിനീയറിംഗ് ടെക്നോളജി അപ്ലൈ ചെയ്യുന്ന ഫേമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പഠിക്കുന്ന ഒരു സംവിധാനം. ഡിസൈൻ മേഖലകളിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആ രീതിയിലേക്ക്, അതല്ല റിസർച്ചിന് ആവശ്യമായിട്ടുള്ളത് അങ്ങനെ, അതല്ല ഈ ടെക്നിക്കൽ സപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇതിനെ അതിൻ്റെ ഒരു ബേസിൽ നിന്ന് തന്നെ ഡിവൈഡ് ചെയ്യണം. മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നമസ്കാരം.